ഞാൻ പറയുന്നത് കൂടി കേട്ടിട്ട് നീ പോയാ മതി. ഈ പന്തലിലുള്ള എല്ലാവരെയും സാക്ഷി നിർത്തി ഞാൻ പറയാ, എന്റെ മകൻ ആനന്ദ് ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടിയില്ലെങ്കിലും ഈ നിമിഷം മുതൽ ഗംഗ തന്നെയാ എന്റെ മൂത്ത മരുമകൾ. ഒരു മരുമകൾക്കുള്ള എല്ലാ അധികാരങ്ങളും ഈ നിമിഷം മുതൽ ഗംഗയ്ക്ക് ഇവിടെ ഉണ്ടാവും. ഇപ്പം മുടങ്ങിപ്പോയ ഈ കല്യാണം മറ്റൊരു ശുഭമുഹൂർത്തത്തിൽ ഇതിനേക്കാൾ ഭംഗിയായി നടത്തണം. ആനന്ദ് കഴുത്തിൽ താലി കെട്ടുന്നതുവരെ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മരുമകളെന്ന സർവാധികാരത്തോടുകൂടി ഗംഗ തൃച്ചംബരത്തുണ്ടാവും. ആന്റി, അപ്പൊ ഇങ്ങനൊരു ഉറപ്പ് കിട്ടാനാ പ്രിയങ്ക ഈ നാടകം കളിച്ചത്. ഇവളെ സമ്മതിക്കണം. തോൽവി സമയത്ത് കേറി കളി ജയിപ്പിക്കാൻ ഇവള് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറൊരാള്. ഇനി കൊണ്ടുപോവളെ. എന്ത് പറ്റി ദാസേട്ടാ? ആരുടെ താലിയേത്? എന്റെ മോളുടെ. കല്യാണിയുടെ കല്യാണം വീണ്ടും മുടങ്ങിപ്പോയി മാഡം. എന്തൊക്കെയാ ദാസേട്ടാ ഈ പറയുന്നത്? കല്യാണിയുടെ കല്യാണം മുടങ്ങിയെന്നോ? എങ്ങനെ? സമൂഹ വിവാഹത്തിൽ വെച്ച് ഞാനാണല്ലോ നീരജിന് താലി എടുത്തു കൊടുത്തത്. പിന്നെ എങ്ങനെയാ കല്യാണം മുടങ്ങുന്നത്? കല്യാണം തുടങ്ങിയ ഉടനെ അവിടെ മുഴുവൻ പുക പടർന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് അറിയാനും കാണാനും കഴിഞ്ഞില്ല എനിക്ക്. മാഡം കാറിൽ കയറി പോയ ശേഷം നോക്കിയപ്പോഴാ കല്യാണിയുടെ കഴുത്തിൽ താലിയില്ല എന്നറിഞ്ഞത്. പിന്നീടാ ഞാൻ താലിയുമായി പോകുന്ന നീരജിനെ കണ്ടതും അവൻ എന്നോട് ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ പെരുമാറിയതും.
മോനെ നീരജ്, നീ എവിടെയാ പോന്നേ? അച്ഛനും അമ്മയ്ക്കും എവിടെ? അവര് പോയി. ഞാനും പോകുന്നു. അതിനു മുമ്പ് നിങ്ങളെ കണ്ടത് നന്നായി. പിടിക്ക്. എനിക്ക് വേണ്ട നിങ്ങളുടെ മോളെ. എന്റെ ഭഗവാനെ, മോൻ എന്തായി പറയുന്നേ? ഞാൻ കാല് പിടിക്കാം. എന്റെ മോളെ ഉപേക്ഷിക്കരുത്. അവൾ നല്ല കുട്ടിയാ. നല്ല കുട്ടി. അതെ, നിങ്ങൾ തൃച്ചംബരത്തെ ദാസനായിരിക്കും, പക്ഷേ എനിക്ക് ആ ദാസ്യപ്പണി ഇല്ല. തൃച്ചംബരത്തെ ആനന്ദകൃഷ്ണ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു പെണ്ണിനെ എനിക്കിനി വേണ്ടാന്നർത്ഥം. എനിക്കും എന്റെ വീട്ടുകാർക്ക് ഒരു തെറ്റുപറ്റി. സമൂഹ വിവാഹം നടത്താൻ തീരുമാനിച്ചപ്പോഴെങ്കിലും പെണ്ണിന്റെ സ്വഭാവത്തെക്കുറിച്ചൊന്ന് അന്വേഷിക്കണമായിരുന്നു. അത് ചെയ്തില്ല. ദേവി ഇത് അപവാദം പറയരുത്. അങ്ങനെയുള്ള കുട്ടിയല്ല എൻ്റെ മോള്. നീ പിണങ്ങിപ്പോകരുത്. കാല് പിടിക്കാൻ ഞാൻ. നിങ്ങൾ കാല് പിടിക്കേണ്ടത് എന്റെ അല്ല, അഖിലാമേടത്തിന്റെയാ. എന്നിട്ട് ആനന്ദകൃഷ്ണനെ കൊണ്ട് മകളെ കെട്ടിക്കാൻ പറ. എനിക്ക് വേണ്ട അവളെ. അവരെൻ്റെ മോളെക്കുറിച്ച് ഇല്ലാത്ത അപവാദങ്ങൾ പറഞ്ഞിട്ടാ പോയത് മേഡം. ഇനി എൻ്റെ മോളുടെ കല്യാണം നടക്കുമെന്നൊരു വിശ്വാസമില്ല എനിക്ക്. എന്റെയും മോളുടെയും മുമ്പിൽ ആത്മഹത്യ മാത്രമേ ഒരു വഴിയുള്ളൂ. ദാസേട്ടാ, കല്യാണ മണ്ഡപത്തിൽ വെച്ച് മക്കളുടെ കല്യാണം മുടങ്ങുമ്പോ രക്ഷകർത്താക്കളുടെ ഉള്ളിലുള്ള ഒരു പിടച്ചിലുണ്ടല്ലോ, അതാ ഞാനും ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വേദനയുടെ ആഴം എനിക്ക് മനസ്സിലാവും ദാസേട്ടാ. എന്നാലും ഒന്ന് ഞാൻ പറയാം, ഒരു പരാജയം സംഭവിച്ചാൽ ആത്മഹത്യ അല്ല അതിനൊരു പോംവഴി. കല്യാണിയുടെ കല്യാണം ഉറപ്പിച്ചതും നിശ്ചയിച്ചതും ഞാനാ. ഇപ്പം ദാസേട്ടൻ സ്വയം ജീവനെടുക്കാൻ തീരുമാനിച്ചാൽ ആ മരണത്തിന്റെ യഥാർത്ഥ കാരണക്കാരി ഞാനായി മാറും. അങ്ങനെ അയാൾ പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാത്ത ഞാനും ഈ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും. അതല്ലേ അതിന്റെ ഒരു ശരി? അയ്യോ മാഡം, പ്ലീസ്. കല്യാണിക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്റെ കടമയാണ്. എപ്പോഴായാലും ഞാനത് ചെയ്തിരിക്കുമെന്ന് മാത്രം ദാസേട്ടൻ വിശ്വസിക്കണം. തൃച്ചംബരം തറവാടിന്റെ പേരിൽ അഖില പറഞ്ഞത് ദാസന് വിശ്വസിക്കാം. ഇപ്പോ വേണ്ടാത്തതൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ കല്യാണിയും കൊണ്ട് വീട്ടിലേക്ക് പോകാൻ നോക്കും. അവൾക്ക് ഞങ്ങളുണ്ട് ഇവിടെ. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയും ശിവരാമകൃഷ്ണൻ.
അല്ല ബ്രോ, ഈ നീരജ് ബ്രോയുടെ ഫ്രണ്ടാന്നല്ലേ പറഞ്ഞേ? അതെ, എന്താ വിശ്വാസമായില്ലേ? ഞങ്ങൾ നല്ല ഫ്രണ്ട്സാ, അന്നും ഇന്നും. അല്ല, എന്നിട്ട് നീരജ് എന്താ ദാസേട്ടനോട് അങ്ങനെ പറഞ്ഞിട്ട് പോയത്? നീരജിനോട് അങ്ങനെ പറയാൻ പറഞ്ഞത് ഞാൻ തന്നെയാണ്. അതാ എനിക്ക് മനസ്സിലാവാത്തത്. നിന്നെ കല്യാണിയെ ബന്ധപ്പെടുത്തി പറയാൻ പറഞ്ഞത് എന്തിനാ? അതുകൊണ്ട് എന്ത് ഗുണം കിട്ടിയത്? അത് വേറെന്തെങ്കിലും കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അമ്മ പെട്ടെന്ന് എന്നെ കല്യാണിക്ക് ഏതെങ്കിലും പയ്യനെ കണ്ടെത്തി ഉടൻ കല്യാണം ഉറപ്പിച്ചേനെ. ഇപ്പോ ഞാൻ കാരണം ഈ കല്യാണം മുടങ്ങി എന്നുള്ളതുകൊണ്ട് ഉടനെയൊന്നും അമ്മ കല്യാണിയുടെ കല്യാണം ഉറപ്പിക്കാൻ ശ്രമിക്കില്ല. അത് ശരിയാ ബ്രോ. ഈ ചൊല്ലൊന്നടങ്ങിയിട്ട് ഇനി അമ്മ അതിന് ശ്രമിക്കൂ. ശരി, എല്ലാം സമ്മതിക്കുന്നു. ഒരു സംശയം, നിനക്കും കല്യാണിക്കും കല്യാണം കഴിഞ്ഞെന്ന് നീ എപ്പോഴാ ആന്റിയോട് പറയാൻ പോകുന്നേ? അതിനെ പറ്റിയൊരു സമയവും കാലവും വരും, അപ്പൊ ഞാനത് പറയും. ഇപ്പൊ രണ്ടുപേരും ഒന്ന് പോയേ, എനിക്കൊന്ന് ഒറ്റയ്ക്കിരിക്കണം. ഓ ഓക്കേ. അപ്പൊ ഇനി ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. വാ. ആ എന്തു പറ്റി ഗംഗ? അടവുകൾ 18 പയറ്റിയിട്ടും അംഗം തോറ്റല്ലോ എന്ന ചിന്തയായിരിക്കും അല്ലേ? ആ, സങ്കടം കാണും. അതിന്റെ കാര്യം ഇപ്പൊ ഈ കഴുത്തിൽ തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണൻ കെട്ടിയ താലി കിടക്കാനുള്ളതല്ലേ? തൃച്ചംബരത്തെ മൂത്ത മരുമകളുടെ അധികാരമുദ്ര. എന്നാലും ഒരു കാര്യം നീ ഓർക്കണം ഗംഗെ, നമ്മൾ അംഗം ജയിച്ചില്ലെന്നേ ഉള്ളൂ, പക്ഷെ തോറ്റിട്ടില്ല. കഴുത്തിൽ താലി ഏറിയില്ലെന്നേ ഉള്ളൂ. തൃച്ചംബരത്തെ മൂത്ത മരുമകൾ എന്ന സ്ഥാനം നിനക്ക് അല്പം കൂടി ഊട്ടി ഉറപ്പിക്കാൻ കഴിഞ്ഞുവല്ലോ. എന്റെ കല്യാണം മുടങ്ങിപ്പോയ ടെൻഷൻ ഉള്ളിലുണ്ടെങ്കിലും പ്രിയങ്കയെ പോലീസ് പിടിച്ചില്ലേ? അതാ എനിക്ക് സഹിക്കാൻ കഴിയാത്തത്. കൊള്ളാം. പ്രിയങ്കയുടെ കാര്യം ഓർത്താണോ നിന്റെ ടെൻഷൻ? നീ എന്താ ഗംഗ ഒന്നും അറിഞ്ഞൂടാത്ത പോലെ? പ്രിയങ്കയുടെ സ്വാധീനം എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിഞ്ഞൂടെ? എല്ലാം അറിഞ്ഞു വെച്ചിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ബോധപൂർവമാണോന്നാ ഇപ്പൊ എന്റെ ഒരു സംശയം. ആന്റി, എനിക്കെന്തോ ഒരു ഭയം. എന്തിന് എന്തിന് ഗംഗേ? പോലീസ് കൊണ്ടുപോയ ബോംബ് ഇപ്പൊ കേടായ ടൈം പീസ് ആക്കി കാണും നിന്റെ ചേച്ചി. ഏതായാലും ഒരു കാര്യത്തിൽ എനിക്ക് പ്രിയങ്കയോട് അസൂയയാ. അത് വേറൊന്നുമല്ല, കളി തോൽക്കുന്ന സമയത്ത് അവള് കളത്തിലിറങ്ങി അത് ജയിപ്പിച്ചിരിക്കുന്നു. അതാണ് അവള്. നാഗമഠത്ത് പ്രിയങ്ക വർമ്മ. ഇപ്പൊ തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. തോറ്റ കളി അവസാനം ജയിപ്പിച്ചിട്ടല്ലേ അവള് പോയത്. അത് മാത്രമല്ല, മറ്റൊരു വലിയ ഗുണം കൂടിയുണ്ട്. ഇനി നീ പ്രിയങ്കയുടെ അനുജത്തിയാണെന്ന് പറഞ്ഞാലും ഈ തൃച്ചംബരത്ത് ആരെങ്കിലും വിശ്വസിക്കോ? ആന്റി,
വെറുതെ പറഞ്ഞ വിശ്വസിക്കില്ലായിരിക്കും. പക്ഷേ തെളിവോടുകൂടി പറഞ്ഞ ഏ? എന്ത് തെളിവ്? ആര് പറയാൻ? ദേ, നീ ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട. ദേ, പിന്നെ അഖില ഇപ്പൊ തന്നെ ഗുരുജിയെ വിളിച്ച് കല്യാണത്തിന്റെ ഡേറ്റ് കുറിപ്പിച്ച് കാണും. വൈകാതെ ഈ കഴുത്തിൽ ആനന്ദ് മിന്നു കെട്ടിയിരിക്കും. നീ സന്തോഷായിട്ടിരിക്ക്. എനിക്ക് തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്ന തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയെ കാണാൻ കൊതിയായിട്ട് വയ്യ. ആ കാഴ്ച മനസ്സിന് നൽകുന്ന ഒരു സുഖമുണ്ടല്ലോ, അതൊരു അനുഭൂതിയാ. അതെ, ഒരു ചോദ്യം കൂടി. ഈ പ്രിയങ്ക ബോംബ് വെച്ചത് നീ അറിഞ്ഞിട്ടേ ഇല്ല? ആന്റി, ഏയ്, ഒന്നുമില്ല. ഞാൻ എന്റെ ഒരു സംശയം തീർക്കാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ആ? മനസ്സിൽ നീ മഴ പോലെ പെയ്താലോ കനവാകെ നിറയുന്നു, ഹൃദയത്തിൽ പൊഴിയുന്നു.